സംസ്ഥാനത്തിൻ്റെ ഡി എയുടെയും ഡി ആറിൻ്റെയും ഘടന മാറുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. പക്ഷേ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച എയറിലുണ്ട്. എയറിലുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ടവരടുത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എയറിലുണ്ട്, അല്ലാതെ പബ്ലിക്കിലുണ്ടെന്നുള്ളതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ വർഷവും ജാനുവരി മാസമാകുമ്പോഴും ജൂലൈ മാസമാകുമ്പോഴും, അത് 6 മാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ ഡി എ പ്രഖ്യാപിക്കും. അത് വില സൂചിക അനുസരിച്ച് 2%, 3% എന്ന് പറഞ്ഞ് വില സൂചിക അനുസരിച്ച് ഡി എ പ്രഖ്യാപിക്കും. ഈ ഡി എ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കും, പിന്നെ കേരള സർക്കാരുകൾ കൊടുക്കും, എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കും. ഇതൊരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പിന്നെ മാത്രമല്ല, ഇത് കൊടുക്കുന്നതിനും പിന്നെ ഡി ആറും ഉണ്ട്. ഡി എ മാത്രമല്ല, ഡി ആറും ഉണ്ട്. ഡെപ്രിസിയേഷൻ എന്താണ് റിലീഫ്, അതായത് ക്ഷാമ ബത്തയുമുണ്ട്, ക്ഷാമ ആശ്വാസവുമുണ്ട്. അപ്പം അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് 6 മാസം കഴിയുമ്പോൾ വില സൂചികയിൽ വർധനവ് വന്നാൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും, അദ്ദേഹത്തിന് ക്ഷാമം വരും. അതാണ് നാട്ടിൽ ക്ഷാമം എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ശമ്പളം വെച്ച് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഡി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിയർനെസ് അലവൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡി ആർ, ഡെപ്രിസിയേഷൻ അലവൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ഡിയർനെസ് അലവൻസ് എന്നും ഡിയർനെസ് റിലീഫ് എന്നും പറയാം, ഒരു ഡെപ്രിസിയേഷൻ അലവൻസ് എന്നും പറയാം, ഡെപ്രിസിയേഷൻ റിലീഫ് എന്നൊക്കെ പറയാം. ഒരു ക്ഷാമ ആശ്വാസം ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 12ാം ധനകാര്യ കമ്മീഷൻ്റെ, ഈ കേരളത്തിലെ ധനകാര്യയുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിലും ധവളപത്രത്തിലും ഇതൊരു പ്രധാന അജണ്ടയായി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാന അജണ്ടയായി വന്നപ്പോഴാണ് കേന്ദ്രത്തിൽ 8ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ യൂണിയനുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ധാരണ, അവർ പറയുന്ന സജഷൻ, ഇങ്ങനെ ഡി എ എന്ന് പറഞ്ഞ് 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. 1%, 2% എന്നൊക്കെ പറഞ്ഞ് ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും മാർച്ച് കഴിയുമ്പോൾ ഏപ്രിൽ മുതലുള്ള സാലറിയിൽ കൂട്ടിക്കൊടുത്താൽ മതി. ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സ് ചെയ്യുക, എല്ലാ വർഷവും അത് സാലറിയിൽ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ പിന്നെ ഈ ഡി എ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഡി എ പ്രഖ്യാപിക്കുക, പിന്നെ ആ ഡി എ കൊണ്ട് PF ലയിപ്പിക്കുക, പിന്നെ അത് എടുക്കാൻ 4 വർഷം കൊടുക്കുക, 5 വർഷം കൊടുക്കുക. അങ്ങനെ ഒരു മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഡയറക്റ്റായിട്ട് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ, ശമ്പളത്തോടൊപ്പം തന്നെ ആ തുക കിട്ടത്തക്ക രീതിയിൽ ഒരു മന്ത്ലി ഇൻക്രിമെൻ്റ് ഇൻസെൻറ്റീവായിട്ട് അതിനെ മാറ്റണം എന്നുള്ള നിർദ്ദേശം രാജ്യത്ത് വളരെ സജീവമാണ്. കേരളത്തിലും അത് ധവളപത്രത്തിൻ്റെ ഭാഗമായും അത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. 10 വർഷമാക്കണം കേരളത്തിലെ പെൻഷൻ ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണമെന്നാണ് കേരളത്തിൻ്റെ ഡിമാൻഡ്. കേന്ദ്രത്തിൽ 10 വർഷത്തിലൊരിക്കലുള്ളത് 5 വർഷമാക്കണമെന്നാണ് അവിടുത്തെ യൂണിയൻ നേതാക്കളുടെ ഡിമാൻഡ്. അപ്പോൾ നല്ല രസകരമായ വൈരുദ്ധ്യമാണ്. പക്ഷേ ഇവിടുത്തെ യൂണിയൻ നേതാക്കൾക്ക് 10 വർഷമാക്കണമെന്നൊന്നുമില്ല. 10 വർഷമാക്കണമെന്ന് പറയുന്നത് ധവളപത്ര കമ്മിറ്റിയാണ് പറയുന്നത്. ഡോക്ടർ KM ചന്ദ്രശേഖരൻ്റെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കമ്മിറ്റിയാണ് ഇത് പറയുന്നത്. എന്തായാലും ഇൻസെൻറ്റീവ് മോഡലിലേക്ക് ഡി എ മാറുമോ, ഡി ആർ മാറുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം. അങ്ങനെ ഒരു സജീവമായ ചർച്ച നടക്കുന്നു. ഇതിന് ബലം നൽകുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അവർ അസംബ്ലിയിൽ, നിയമസഭയിൽ പറഞ്ഞായിരുന്നു, ഡി ആർ ഘടന പുതുക്കും, അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുനഃപരിശോധിക്കുമെന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണോ പുനഃപരിശോധിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു ചോദ്യമാണ്. എന്തായാലും വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം അതിനകത്ത് നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശമ്പള പരിഷ്കരണത്തിൻ്റെ റിപ്പോർട്ട് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഗൗരവമായ ഒരു പൊളിച്ചെഴുത്ത് ഡി ആർ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഡി ആർ മേഖലയിൽ ഉണ്ടാകുന്ന പൊളിച്ചെഴുത്ത് ഒരു ഇൻസെൻറ്റീവ് മോഡലിൽ, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് മോഡലിൽ കൊടുത്താൽ മതി എന്നുള്ള ഒരു ചർച്ച യൂണിയൻ നേതാക്കൾ ദേശീയ തലത്തിൽ ഉയർത്തിവിട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കേരള സർക്കാരിൻ്റെ ചിന്തയിലും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു നിർദ്ദേശവും വന്നുകൂടായികയില്ല. അത് ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുമായും ചർച്ച ചെയ്ത് ആ വിഷയം കൂടി വന്നാലും അത്ഭുതമില്ല. തിരിച്ചിനി അവർ വച്ചാലും അത്ഭുതമില്ല. ദേശീയ തലത്തിൽ യൂണിയൻ നേതാക്കൾ അത് വച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനതല യൂണിയൻ നേതാക്കളും അസോസിയേഷൻ്റെ ആളുകളുമൊക്കെ ഇങ്ങനെ ഒരു ചർച്ച, പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു ചർച്ച വച്ചാലും അത്ഭുതമില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഡി എയെ സംബന്ധിച്ചും ഡി ആറിനെ സംബന്ധിച്ചും പുതിയ ഒരു താല്പര്യമാണ്, പുതിയൊരു ചിന്തയാണ് കേരള സർക്കാരിനുമുണ്ടത്. കേന്ദ്ര സർക്കാർ മാറി ചിന്തിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റം ഡി എയിലും ഡി ആറിലും വരുമോ? അത് ഈ 2%, 3% എന്നൊക്കെ ക്ഷാമബത്ത ഗഡു എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കുന്നതിന് പകരമായി ഒരു ഇൻസെൻറ്റീവ് മോഡലിൽ പോകുമോ എന്നുള്ളതാണ് നമ്മൾക്കറിയാനുള്ളത്. ചിലപ്പോൾ അതിൻ്റെ സാധ്യത വളരെ വലുതാണ്.